നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർഎംപി നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടിയേറ്റുകൊണ്ട് ഇന്ന് ഹൈക്കോടതി വിധി വന്നിരുന്നു. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഹൈക്കോടതി ശരിവച്ചിരുന്നു. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീലിലായിരുന്നു കോടതിയുടെ വിധി വന്നത്. നല്ല വിധിയെന്നായിരുന്നു കെ രമ MLA ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇപ്പോൾ ഇത് പ്രോസിക്യൂട്ടർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില പ്രതികരണങ്ങൾ, ചില കാര്യങ്ങൾ ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ്. 4 മാസം വളരെ ശക്തമായ ഏതാണ്ട് 18 മണിക്കൂറുകൾ ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ഈ കേസിനായി അദ്ദേഹം പ്രോസിക്യൂട്ടർ രംഗത്തിറങ്ങിയത്. രാഷ്ട്രീയ കൊലപാതകമാകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. സാക്ഷികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനിടയിൽ സാക്ഷികൾ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനെല്ലാം മറികടന്ന് ഇപ്പോൾ പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിൽ പ്രോസിക്യൂട്ടർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വളരെ ഗൗരവകരമായിട്ട് തന്നെ ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചിരിക്കുകയാണ്. കേസിന്റെ തെളിവുകളെല്ലാം തന്നെ ഹൈക്കോടതി പരിശോധിച്ചു. ഇത്രയധികം നീണ്ടുനിന്ന ഒരു വാദം കോടതിയിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഒരു കേസ് പരിഗണിച്ചത്. പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചതും വാദിഭാഗം ചൂണ്ടിക്കാണിച്ചതുമായ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും കോടതി പരിഗണിച്ചു. 50ഓളം സാക്ഷികൾ കൂറുമാറി. ഞങ്ങൾ കോടതിയിൽ എല്ലാം പറയാമെന്ന് പറഞ്ഞ വ്യക്തികൾ പോലും കൂറുമാറുകയുണ്ടായി. മൊഴികേട്ട് മജിസ്ട്രേറ്റ് ഒപ്പിട്ടിട്ട് പോലും സാക്ഷികൾ കൂറുമാറിയ കേസാണ് ഈ ഒരു കേസ്. അത്ഭുതപൂർവമായ കൂറുമാറ്റമാണ് ഈ കേസിൽ നടന്നത്. ഈ കൂറുമാറിയവരൊക്കെ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങൾ അന്ന് മൊഴി പറഞ്ഞത് പോലീസ് പീഡിപ്പിച്ചിട്ടാണ്, ഇന്ന് പറയുന്നതാണ് ശരിക്കുള്ള മൊഴി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് പലരും മൊഴി മാറ്റിയത്. എന്തായാലും ഈ ഒരു കേസ് ഹൈക്കോടതി വലിയ രീതിയിൽ തന്നെ വളരെ ഗൗരവകരമായിട്ട് തന്നെ പരിഗണിച്ചു. അതിനനുസരിച്ചുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ നടത്തിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നതെന്ന് കെ രമ MLA പ്രതികരിച്ചു. ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഹൈക്കോടതിയും ശരിവച്ചിരിക്കുകയാണ്. നേരത്തെ വിചാരണ കോടതി ശിക്ഷിച്ച എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്ന് അവരുടെ ശിക്ഷയും ശരിവെച്ച് അതോടൊപ്പം 2 പേർ, അതായത് 2 പേരെയും കൂടി പ്രതികളാണെന്ന്, കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കാൻ കൂടി കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. അഭിപ്രായം പറഞ്ഞതിനാണ് ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത്. എന്തായാലും വളരെ നല്ല വാദങ്ങളാണ് കോടതിയിൽ ഉണ്ടായത്. 5 മാസം നീണ്ടു നിന്ന വാദമാണ് ഹൈക്കോടതിയിൽ നടന്നത്. ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കുമാരൻകുട്ടി മാത്രമല്ല, തൻ്റെ അഡ്വക്കേറ്റ് രാജീവ്, അദ്ദേഹം സഫൽ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് തുടങ്ങിയവരൊക്കെ നന്നായി കേസ് കൈകാര്യം ചെയ്തു. അതിശക്തമായ വാദത്തിനൊടുവിൽ ജഡ്ജിമാർ ഇന്ന് വിധി എഴുതിയിരിക്കുകയാണ്. അവർക്കുള്ള ശിക്ഷ 26-ന് വിധിക്കും. ഹൈക്കോടതി എന്തായാലും പ്രതികളെയൊക്കെ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് കെ രമ MLA ഈ ഒരു വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് കോടതി വിധി വന്നത്. അതേസമയം പി മോഹനൻ അടക്കം പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത് കെ രമ MLA സമർപ്പിച്ച അപ്പീലും പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന സർക്കാർ അപ്പീലും കോടതിയുടെ പരിഗണനയിലുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.